ഈ ആഴ്ച ഒരാൾ എന്നോട് ദാറുൽ ഖുർആൻ വന്നിട്ട് ചോദിച്ചു, നിസ്കരിക്കാത്ത ത്വരീഖത്തുണ്ടോ? നല്ല കൂട്ടരാണ്, ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉറപ്പിച്ചാളാ ജയ് കൂടണ്ട. കാരണം അവസാനത്തെ വക്തും നിസ്കരിച്ച് വഫാത്തായ മനുഷ്യൻ്റെ അനുയായിയാണ് ജയ്. അപ്പം ഞാൻ ഉറപ്പിച്ചോ പേച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അല്പം നിസ്കരിച്ചിട്ടുണ്ടാവാതിരിക്കാൻ ആ വ്യക്തിക്ക് അതിൻ്റെ കാരണം ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാൻ കാരണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ആ വ്യക്തി അതിന് കാരണം ഉണ്ടാവും. അക്കൽ പോയതായിരിക്കാം, പലത്തെ കാരണമായിരിക്കാം. ഒരു വ്യക്തി ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ കാരണം ഉണ്ടാവും, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണമല്ല. നിസ്കരിക്കാത്ത ത്വരീഖത്ത് കാരണം അതൊക്കെ പിഴച്ച ത്വരീഖത്തുകൾ മാത്രമാണ്. അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീഖത്തല്ല. ശരീഅത്തിനേക്കാളും ത്വരീഖത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ് ദീന്. ഇത് ത്വരീഖത്ത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ എന്താ ത്വരീഖത്ത് കിട്ടിയില്ലെങ്കിൽ വരാൻ ത്വരീഖത്തില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു എന്നൊക്കെ പറഞ്ഞ പമ്പര വിഡ്ഢികളുണ്ട്. അവരൊക്കെ പിഴച്ച കള്ളവാദികൾ മാത്രമാണ്. അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ത്വരീഖത്തുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്തുണ്ടായാൽ അൽഹംദുലില്ലാ, അതൊരു പപ്പടം പോലെയാണ്. ചോറ്റയ്ക്ക് പപ്പടം കൂടി കിട്ടിയാൽ നല്ലതാണ്. നല്ല പപ്പടം, ഉഴുന്ന് പപ്പടമാണ്, പൊറാട്ട പപ്പടമാകരുത്. ത്വരീഖത്തുകൾ പപ്പടം മാത്രമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഞാൻ പറയാണ്. നല്ലതാണ്, പക്ഷേ ആദ്യം എന്തുറപ്പിക്കണം? ശരീഅത്തുറപ്പിക്കണം. ശരീഅത്താണ് ദീന്. അത് അടിസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനൊത്ത ത്വരീഖത്ത് കൂടിക്കോ, നല്ലതാണത്. ത്വരീഖത്തുകൾ നല്ലതല്ലേ, 100% നല്ലതാണ്. പക്ഷെ നിനക്ക് എന്ത് വേണം? ശരീഅത്ത് വേണം. അല്ലാഹുവിൻ്റെ റസൂൽ എല്ലാവരോടും ചെയ്യാൻ കൽപ്പിച്ചത് എന്താണ്? ശരീഅത്താണ്. ഇപ്പോൾ നമ്മളൊരാൾ ഇവിടെ ഒരു വീട്ടുകാർ ഒരു ത്വരീഖത്ത് കൂടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയില്ല. അതേസമയത്ത് നിസ്കരിക്കൂലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ പോകില്ല, ഒന്നും പച്ചവെള്ളം കുടിക്കൂല. സത്യമല്ലേ? കാരണം അവർക്ക് എന്തില്ല? ശരീഅത്തില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ശരീഅത്താണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലായോ? ബാക്കിയൊക്കെ അൽഹംദുലില്ലാ, എണ്ണ തേച്ച് കുളിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ എണ്ണ തേച്ച് നിൽക്കുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അത്രയാണ്. ശരീഅത്തിൻ്റെ ഒരു സ്വർഗ്ഗത്ത് കിടക്കും. അള്ളാഹിനെ പൊരുത്തം തരട്ടെ. അതിനപ്പുറത്തേക്ക് പോകന്നെ വേണ്ട. ത്വരീഖത്ത് നല്ലതല്ലേ, 100 വട്ടം നല്ലതാണ്. പക്ഷെ എന്ത് വേണം? ശരീഅത്ത് വേണം. ഞാൻ അഹ്മദ് തിജാനി തങ്ങൾ ത്വരീഖത്തുകാരനാണ്. തിജാനിയത്തിൽ ശരീഅത്തില്ലാത്തൊരു വ്യക്തി ഉണ്ടാവില്ല, ഉണ്ടാകുകയില്ല, ഒരിക്കലും ഉണ്ടാവില്ല.